ഈ ഒരു അവസ്ഥയിൽ ഈ അമ്മയുടെ രാജിയും ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിലെ ഒരു പിന്നാക്കം നിൽക്കൽ, അതൊരു പിന്നാക്കൽ നിൽക്കൽ കൂടി ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ധാർമ്മികമായിട്ട് അങ്ങനെ ചെയ്യേണ്ടതുണ്ടെന്നാണ് പൊതുസമൂഹം കരുതുന്നത്. അഭിപ്രായം എന്താണ്? അത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം അതിലുള്ള അംഗങ്ങളെ കുറിച്ചിട്ട് ചിലരെയൊക്കെ കുറിച്ചിട്ടേ വന്നിട്ടുള്ളെങ്കിലും അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി എന്ന നിലയിൽ അത് രാജിവെച്ച് പുതിയൊരു കമ്മിറ്റി ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. അതിന് അവർക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. പിന്നെ അതിലുള്ള പല അംഗങ്ങളും ഒട്ടും നല്ലതല്ലാത്ത അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ആൾക്കാരെന്നുള്ളതല്ല, മൊത്തം ആൾക്കാരും രാജിവെച്ച്, പ്രസിഡൻറ്റും ഇതൊന്നും മാത്രമല്ല, എല്ലാവരും രാജിവെച്ച് പുതിയൊരു കമ്മിറ്റി ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. WCC ട്രോളിക്കൊണ്ടിരുന്ന ഒരു ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത തോന്നുന്നു. ഇങ്ങനെയുണ്ട്, ഇങ്ങനെ സിനിമയിൽ മേഖലയിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് വാർത്തകളും വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ WCC മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ഒരു ചാനലുകളുടെ പാച്ചിലിൽ ഈ വിഷയം മറ്റൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് ആൾക്കാർക്ക് കേൾക്കാനും ആഗ്രഹമുള്ള ചില വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ഇത് ഗുണപ്പെട്ടേക്കാം, ഇങ്ങനൊരു വാർത്തയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഗുണപ്പെട്ടേക്കാം. പക്ഷെ അതിനെങ്ങനെയാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്, പോയിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇല്ല, നമുക്ക് ഈ ചാനലുകൾ വാർത്തയും ഇപ്പോൾ ചെറിയ ചെറിയ ഓരോ വെളിപ്പെടുത്തലുകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഇത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ഇത് മാത്രമല്ല. ഇത് മാത്രമാണോ ഇവിടുത്തെ പ്രശ്നമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പം വരുന്ന വെളിപ്പെടുത്തലുകളും ചാനലുകൾ ഇതിനെ പ്രക്ഷേപണം ചെയ്യാൻ കാണിക്കുന്ന ഉത്സാഹവും. ഇപ്പം എത്രാമത്തെ ദിവസമാണ് മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് മാത്രമായിരുന്നോ പ്രശ്നം തോന്നും. നമുക്കറിയാം അതിൻ്റെ അകത്ത് വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ റെമ്യൂണറേഷൻ്റെ ഇഷ്യൂസ് പറയുന്നുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇഷ്യൂ പറയുന്നുണ്ട്, പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാത്ത സെറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഫോക്കസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ പോയത് ഇതുകൊണ്ടോ എന്നൊന്നും ആരും ചോദിക്കുന്നേ ഇല്ല. ചോദിക്കുന്നത് ഇത് മാത്രമാണ്. ഇതൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു സദാചാര പ്രശ്നവും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോഴും ഈ ഒരു പ്രശ്നം മാത്രം ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സമൂഹത്തിന് ഇതിലുള്ള ഒരു ഇത് ഇത്രയും ഉള്ള ഒരു വെള്ളി വെളിച്ചത്തിൽ നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ട് ഇതിനോടുള്ള ഒരു ആൾക്കാർക്കുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇവിടെ എന്താണ് നടക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന മേഖലകൾ കൂടിയാണിത്. അതൊന്നും ആരും ഫോക്കസ് ചെയ്യുന്നില്ല. ഈ മേഖലയിൽ മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. നമ്മൾ അന്വേഷിച്ച് നോക്കി, അല്ലെങ്കിൽ ഇതൊരു വിപ്ലവമായിട്ട് പൊട്ടിപ്പുറപ്പെടണം. ഓരോ മേഖലയിലും ഉള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച്, അത് കുടുംബം മുതൽ ഓരോ, എനിക്ക് തോന്നുന്നു ജനിക്കുമ്പോൾ മുതലുള്ള സ്ത്രീകൾക്ക് എല്ലാം തന്നെ ഇത്തരം പിന്നെ അനുഭവങ്ങൾ നല്ലതുപോലെ ഉണ്ടാകും. ഇതൊന്നും പറയാതെ ഒളിച്ചു വെച്ചിരിക്കുമ്പോഴാണ് ഇത് മാത്രം പറയാനും കേൾക്കാനും ആൾക്കാർ ഉത്സുകരാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവർ തന്നെ അവരുടെ വീട്ടിൽ എന്തായിരുന്നു സംഭവിക്കുന്നതെന്നും അവർക്കറിയത്തില്ല. എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ കമൻ്റ് ഇടുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവണം എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നന്നായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ല. അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങനെയും പലരും പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. നീ പരാതി കൊടുത്തു, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നിടത്ത് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എന്നൊരു തോന്നലിലേക്ക് ഇത് വളർന്നുവെങ്കിൽ അതൊരു നല്ല മാറ്റം തന്നെയാണ്. സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ ഇപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞാൽ മതിയോ? എങ്ങനെയാണ് ഇത് പ്രശ്നം പരിഹരിക്കുന്ന ചേച്ചി കരുതണേ? ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. പിന്നെയും ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്കിപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാം, മലയാള സിനിമ എന്നെ ഏറ്റവും സ്നേഹിച്ചിട്ടുള്ള ഒരു നടിയാണ് ഞാൻ. കാരണം വളരെ താമസിച്ച് വന്നിട്ടും ഞാനിപ്പോൾ അതിലും ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് വരാനുള്ള കാരണങ്ങളും നമ്മുടെ ലോക്ക്ഡൗൺ പോലെയുള്ള കൊറോണ കാലം പോലെയുള്ള കാലങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു 20-25 സിനിമയിലോളം ഞാൻ അഭിനയിക്കുക. അതിൻ്റെ അകത്തൊരു 4 സിനിമ നായിക തന്നെയാണ്. അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ. പക്ഷേ ജിയോ ബേബിയുടെ അടക്കമുള്ള ഒരു 2 സിനിമ ഇറങ്ങാനുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ തീർത്തും ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷെ ഉണ്ട് ഒരെണ്ണം. എങ്കിൽ പോലും ഞാൻ അഭിനയിച്ചത് കൂടുതലും ന്യൂ ജനറേഷൻ കുട്ടികളുടെ സിനിമയായിരുന്നു.
എല്ലാവരുടെയും തന്നെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരേ ഉള്ളൂ, ജിസ് ജോയ് അടക്കമുള്ള കുറച്ച് പേരുടെ സിനിമകളേ ഉള്ളൂ നേരത്തെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പുതിയ ആൾക്കാരാണ്. ഈ കുട്ടികളൊക്കെ വളരെ ഡീസൻ്റായി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അത് നമ്മളത് പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം ഇതിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം കിടന്നു കൊടുത്തിട്ടാണോ, ഈ ചോദ്യങ്ങൾ അതാണ്. അപ്പോഴും വേറൊന്നും ചോദിക്കുന്നില്ല ആൾക്കാർ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, നിങ്ങൾക്ക് റെമ്യൂണറേഷൻ കിട്ടിയതും ചെയ്യും, ഇവരെല്ലാം കിടന്നു കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ ഇവരെല്ലാം തെറ്റുകാരാണ്, ഈ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പിച്ച് പറയേണ്ട, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യൂ ജനറേഷൻ കുട്ടികൾ അവർക്കൊരു അവർ എടുക്കുന്ന വർക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അവർക്കൊരു വിഷനുണ്ട്. അവരതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് കുറച്ചും കൂടി പെൺകുട്ടികളുമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്നോടും മോശമായി ബിഹേവ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി, നടക്കത്തില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത്രയും ബോൾഡായിട്ട് തീരുമാനം എടുത്തതിന് ശേഷം എനിക്ക് മെസ്സേജൊന്നും അയച്ചിട്ടില്ല. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സെക്സ് ജോക്കുകൾ പറയുക, അല്ലെങ്കിൽ പിന്നെ നല്ലതായിട്ടൊക്കെ നിന്നാൽ ഞങ്ങൾ പിന്നെ വർക്കൊക്കെ മേടിച്ച് തരാം എന്നുള്ള രീതിയിൽ പൊതുവായിട്ട് പറയുക. പിന്നെ വളരെ എന്നോട് മോശമായിട്ട് പെരുമാറിയ വ്യക്തി തന്നെ എൻ്റെ കേൾക്ക് തന്നെ മറ്റുള്ള WCCയിലെ അംഗങ്ങളെയൊക്കെ വളരെ മോശമായി കുറ്റം പറയുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ആരാണെന്ന് ഉള്ള കാര്യം വെളിവാക്കിയാൽ ഒരു പക്ഷേ ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നെപ്പോലെ അത്രയും മാനസികമായ ധൈര്യമുള്ളവർക്കും അത് പറ്റുമായിരിക്കും. പക്ഷെ എനിക്കറിയില്ല ഈ കൊച്ചുകുട്ടികൾക്ക് അതെങ്ങനെയാണ് അവർ ഇതിനെ സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഇപ്പം ഒരേ ആക്ട് തന്നെ പല ആൾക്കാർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ചിലപ്പോൾ ഇത് കുറച്ച് ഭീകരമായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് അത് എനിക്കറിയില്ല അതിനെ എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ബോൾഡായിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് ഇതിലേക്ക് വരുന്നവരോട് പറയാനുള്ളതാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ഒരു നോട്ടം കൊണ്ട് തന്നെ നമുക്കിതിനെ തടയാനും പറ്റും. പിന്നെ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല എന്നൊക്കെ ആൾക്കാർ പറയായിരിക്കും. ഇതെന്ന് പറയുന്നത് നമുക്കൊരു ചിത്രകല പോലെയോ അല്ലെങ്കിൽ ഒരു പാട്ട് സംഗീതമൊക്കെ പോലെ ഒരു കളക്റ്റീവ്, ഒരു ഒറ്റപ്പെട്ട കലയല്ല, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കലയല്ല. ഇതൊരു കൂട്ടായ കലയാണ്. അതിൻ്റെ അകത്ത് സംവിധാനം മുതൽ ക്യാമറ മുതൽ എല്ലാം ഉണ്ട്. അതുപോലെ കുറേ ആൾക്കാരുടെ ഒരു ദിവസം തന്നെ 50ഓളം പിന്നെ പ്രൊഡക്ഷനിലെ ആൾക്കാർ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ അഭിനേതാക്കളും ഒക്കെ ഉള്ളവർ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു കലയെ നമ്മളൊരു എന്തെങ്കിലും ഇത് പറഞ്ഞ് നിർത്തിവെച്ചാൽ അത് ഈ സിനിമയ്ക്ക് തന്നെ ദോഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ അത് ഒരു വലിയ പ്രശ്നമാക്കാതിരുന്നതും. പക്ഷെ ഞാൻ കൃത്യമായി പറയേണ്ടടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ സിനിമയെ സത്യത്തിൽ റെസ്പോൺസ് എന്തായിരുന്നു ചേച്ചി പറഞ്ഞപ്പോൾ? എങ്ങനെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? എന്തായിരുന്നു അറിയിക്കേണ്ടടുത്ത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറോട് തന്നെ പറഞ്ഞു എനിക്കിത് ബുദ്ധിമുട്ടാണ്, എപ്പോഴെപ്പോഴും ഫോൺ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പം പറഞ്ഞു ഇതൊരു ചേച്ചി അവർ കുറേ പെൺകുട്ടികളുടെ ഉദാഹരണ സഹിതം പറഞ്ഞു. ഇതിപ്പം ചേച്ചി കേസ് കൊടുത്താലും ശരി, ഇനിയിപ്പോൾ ഇവരോട് വഴങ്ങിയില്ലെങ്കിലും ശരി, ഇനി ചേച്ചിക്ക് വർക്ക് കുറവേ കിട്ടുള്ളൂ. ഞാൻ അത് കുഴപ്പമില്ല, കാരണം സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര യാദൃശ്ചികമായി കിട്ടിയൊരു സംഭവമാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ടൊന്നും കിട്ടിയതല്ല, വളരെ യാദൃശ്ചികമായിട്ട്. പക്ഷേ ഞാൻ അത്രയേറെ ബഹുമാനിക്കുന്ന ഒരു ഫീൽഡാണിത്. പക്ഷേ എനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. അപ്പം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇത് പിന്നെ ഞാൻ പരാതി കൊടുക്കുന്നില്ല, പക്ഷേ ഇത് പിന്നെ ഞാൻ അയാളോട് തന്നെ പറയും, ഇത് പ്രശ്നമാകും എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം ഈ പ്രശ്നം. ഇതിങ്ങനെയാണ്, നമ്മൾ ഒരാളുടെ കണ്ണിൽ പെട്ടു എന്നാൽ ഒരാൾക്ക് നമ്മളോടൊരു അഭിനിവേശം ഉണ്ടായി എന്നാൽ തന്നെ പിന്നെ നമുക്ക് വർക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നാണ് ഇതിൻ്റെ അതോറിറ്റീസ് തന്നെ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഞാനിപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് വർക്ക് ഇനി കിട്ടാതിരിക്കുമെന്നൊന്നും ഓർത്തിട്ടല്ല. ഞാൻ ഓർത്തത് ഒരു പുതുമുഖ സംവിധായകനായിരുന്നു. അത് ഒരു പുതുമുഖ സംവിധായകനും എഴുതിയത് ഒരു കൂട്ടുകാരനും കൂടിയാണ്. അവരെത്രയോ കാലത്തെ അവരുടെ ഒരു സ്വപ്നമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിന്നാൽ അത്രയും ദിവസത്തെ ഷൂട്ടിങ് മുടങ്ങും. ഷൂട്ടിങ് പോയി പിന്നെ പുതിയതായിട്ട് എടുക്കണം.
എല്ലാം പുതിയതാവണം. ഇപ്പോൾ ഒരു പുതിയൊരു നടി വന്നാലും പുതിയതാവണം, അതല്ല ഇനി ആ കക്ഷിയെ പറഞ്ഞു വിട്ടാലും അത് പുതിയതാകണം. അപ്പം എനിക്ക് തന്നെ ഡീൽ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.